ടീമ് നമ്മുടെ ഈ മട്ടാഞ്ചേരി ഔഷാദിക്കര വർക്ക്ഷോപ്പിലാണ്. അവിടെ കുറച്ച് മഞ്ഞ വണ്ടികളൊക്കെ വന്നു. നമ്മുടെ തമിഴ്നാട് വണ്ടികൾക്ക് അതിൻ്റെ ബോഡി വർക്കൊന്നും കണ്ടിട്ട് വരാല്ല. ഈ ടീം നല്ലോണം വർക്കുള്ളൊരു ആപ്പയുണ്ട്. പഴയ ആപ്പയാണ്, എന്നാലും നല്ലോണം ബോഡി അതിൻ്റെ ഡോറ് നൗഷാദിക്ക് സ്വന്തമായിട്ട് അടിച്ചെടുത്താട്ട്. അതിൻ്റെ ശരിക്കും ആപ്പയുടെ ഡോറ് എങ്ങനെ ഇരിക്കണം അതേ മോഡലിൽ പുള്ളി അടിച്ചെടുത്താണ്. നല്ലോണം വർക്ക് കയറണ വണ്ടിയാണ്. പണിയെല്ലാം കഴിയുമ്പോൾ അടിപൊളി. ടീം ഇത് നമ്മുടെ കാസർഗോഡ് വണ്ടിയാണ്. അതിൻ്റെ ഇന്നർ ചെയ്യണത് നൗഷാദിക്ക് തന്നെയുണ്ട്. ഇതിൻ്റെ ഗോൾഡൻ വർക്കും തട്ടൊക്കെയാണ് പുള്ളി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വർക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്, കാണാൻ പറ്റും കേട്ടോ. അടിപൊളി ലുക്കാണ്. പണി കഴിഞ്ഞപ്പോൾ പെട ലുക്കായിരിക്കുന്നതാണ്. കണ്ടു നോക്കട്ടെ, സാധനം വേറെ മൂടാണ്. മട്ടാഞ്ചേരി നൗഷാദിക്കനെ അന്വേഷിച്ച് കർണാടകയിൽ നിന്ന് എത്തിയ മഞ്ഞക്കിളിയാണ്ട് ഇത്. ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിലൊക്കെ നമ്മുടെ ഓമിനീനെ പോലത്തെ സ്ലൈഡിങ് ഡോറാണ്, ഫ്രണ്ടിൽ പവർ വിൻഡോ ആണ്. അടിപൊളി ലുക്കായിരിക്കും പണിത് ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്ന് നോക്കാട്ടോ, വേറെ മൂഡിലാണ് വണ്ടി ഇറങ്ങുന്നത്.
ടീം ഇവന്മാർ രണ്ടുപേരും വേറെ മൂടാണ്ട് പെട്ടെന്ന് തന്നെയാണ് വണ്ടിയുടെ പണി ചേർക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ വെറുതെ ബോയുടെ പകുതി അടിച്ച് സെറ്റ് കഴിഞ്ഞു. രണ്ടെണ്ണം അടിപൊളി പണിക്കാരുണ്ട്. ടീം ഇവരുടെ പുതിയ മോഡൽ കൊമ്പാണ്ടോ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇത് വേറെ മോഡലാണ്. സാധനം കൊള്ള അടിപൊളിയാണ് അല്ലേ? വേറെ മോഡലാണ്. പഴയ മോഡൽ മാറ്റം പറ്റും. ഇത് പുതിയ മോഡൽ. മൂന്ന് മഞ്ഞ വണ്ടികൾ ഒരുമിച്ചാണ്. ഒരു 2 തമിഴ്നാട് വണ്ടി, ഒരു കർണാടക വണ്ടി. പഴയ തമിഴ്നാട് വണ്ടിയുടെ പണി കുറച്ച് പെയിൻറ്റിങ് വർക്കുകളുണ്ട്. അത് കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങൂട്ട. ടീം ഇത് അതുലിൻ്റെ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്ന സീനുണ്ട്. ഇതിപ്പോൾ അത് എത്ര പണിതാലും ഷേപ്പ് ആവില്ല. ഇത് കട്ട് ചെയ്ത് അകത്തേക്ക് കയറ്റി വെൽഡ് ചെയ്താലാണ് ആ ഷേപ്പ് കിട്ടുള്ളൂ. സ്റ്റെപ്പും ആ ചാടിക്കണ ആ മുഴപ്പ് പീസും കൂടി കട്ട് ചെയ്തതാണ്. അത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് വണ്ടി ഷേപ്പിൽ പണിത് കഴിയുമ്പോൾ അടിപൊളി ലുക്കായിരിക്കും. അല്ലെങ്കിൽ ഒരു കാണുമ്പോൾ ഒരു മെന ഉണ്ടാവില്ല. വണ്ടിയല്ലേ ഇതിപ്പോൾ വർക്ക് ഇപ്പോൾ ഏകദേശം പകുതിയോളം പകുതിയായിട്ടുണ്ട്. ഈ സൈഡ് പൂർത്തിയായി. ഞാൻ ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട്. ഡോറും 2 സൈഡും പവർ വിൻഡോ അല്ലേ? ബാക്കിൽ ഡിക്കി. വേറെ വല്ല വർക്ക് ഉണ്ട് ഇതിൽ? ഇതിപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന സ്റ്റെപ്പ് പോലെ അല്ലേ? സ്കേറ്റിംഗ് ആയി ചവിട്ടി കയറി സ്റ്റെപ്പ് ആയി. സ്ട്രോങ് ആണ് സാധനം. ഇപ്പം ഈ വണ്ടി വന്നേക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ബജാജിൻ്റെ വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ഇതിൻ്റെ വർക്ക് എന്തൊക്കെയാണ്? നമ്മുടെ ഒമിനിയുടെ പോലത്തെ അങ്ങനെയാണോ?
ഫ്രണ്ടിൽ സാധാ ഡോറ്, സ്ലൈഡിങ് ആണ്. അത് നമ്മൾ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് നമ്മൾ അത് വർക്കാണ്. ഓമിനിയുടെ ക്ലാമ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുള്ളൂ, ഹാൻഡ്മെയ്ഡാണ്. ഇതിപ്പോൾ എന്ന് വന്നാണ് വർക്ക് തുടങ്ങാൻ പോകണുള്ളൂ? ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. ആ പഴയ വണ്ടി കഴിഞ്ഞാൽ പെയിന്റിങ് കൂടി ഉണ്ടല്ലേ? ആ ആ ഇതിന്റെ നമ്മുടെ എന്നാ ഡേറ്റ് പറഞ്ഞേക്കണം? അപ്പൊ അപ്പോൾസറി അതിനുള്ളിൽ ചെയ്യും. ആ ഇന്നർ നമ്മളാണ്, ബാക്ക് മാത്രം മറ്റേ നിഷാദിക്ക. ആ ഇത് നമ്മളെ കാസർഗോഡ് വണ്ടിയോ? എന്നെ വ്യാഴാഴ്ച ഇറങ്ങും. ഇതിലെന്താ ഫിഷ് ടാങ്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഈ ഫ്രെയിമിൽ? ഫിഷ് ടാങ്ക് അല്ലേ, ഫൈബറിൻ്റെ ആയിരിക്കും അല്ലേ? ഉള്ളിലെ ലൈറ്റ് വർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇത് തേജയാണല്ലേ? ആ ഗ്രീസിൻ്റെ. ആ ഇതിപ്പോൾ 3 തമിഴ്നാട്, 2 തമിഴ്നാട് വണ്ടി, ഒരു ആന്ധ്ര വണ്ടി ഉണ്ട്. വേറെ ചെന്നൈന്ന് ഇത് ഇറങ്ങിക്കേണ്ട എല്ലാം കൂടെ തിങ്ങിപ്പോവല്ലേ? ഇത് 5 സീറ്റ് അല്ലേ? ഓക്കെ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട്